Welcome back to Bosco Campus Vision. This is the 32nd lecture of digital marketing topic Smart Card. What is a smart card? A smart card is a plastic card about the size of a credit card with an embedded microchip that can be loaded with data. The chip contains memory as well as a processor. It can be used for telephone calling, electronic cash payments and other applications. അതായത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും പോലെ ഒരു റെക്റ്റാങ്കുലർ പ്ലാസ്റ്റിക് കാർഡിനെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മൈക്രോ ചിപ്പ് അതിൽ എംബഡഡ് ആയിരിക്കും. ആ ചിപ്പ് എന്ന് പറയുന്നത് മെമ്മറി ബേസ്ഡ് അല്ലെങ്കിൽ പ്രൊസസ്സർ ബേസ്ഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെലിഫോൺ കോളിംഗ്, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്സ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. 1970 ജർമ്മനിയിലാണ് ഫസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അത് ജപ്പാനിലേക്കും ഫ്രാൻസിലേക്കും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഇത് ടെലിഫോൺ കോളിങ്ങിനാണ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ 1990 ഇത് സിം കാർഡിൻ്റെ ഫോമിൽ ഇറങ്ങി. ഇപ്പോൾ സ്മാർട്ട് കാർഡുകൾ പല മേഖലകളിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ക്രെഡിറ്റ് കാർഡ്സ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് സ്ട്രിപ്പ് and it cannot be altered. Smart card store data in the chip and it can be altered. Moreover, a smart card can store about 100 times the amount of information that a credit card can store. Data can be read or written in the card by a device called a smart card reader or writer which is connected to a PC. ക്രെഡിറ്റ് കാർഡിൽ മാഗ്നറ്റിക് സ്ട്രിപ്പിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഒരിക്കൽ സ്റ്റോർ ചെയ്താൽ പിന്നെ അത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ സ്മാർട്ട് കാർഡുകളിലാണെങ്കിൽ അത് സാധിക്കും. ക്രെഡിറ്റ് കാർഡിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ 100 ടൈംസ് ഡേറ്റ സ്മാർട്ട് കാർഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു കാർഡിൽ ഡേറ്റ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നാം സ്മാർട്ട് കാർഡ് റീഡർ അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് റൈറ്റർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓൾസോ കണക്റ്റഡ് ബൈ എ കമ്പ്യൂട്ടർ. Then what are the applications of smart card? First one, it is stored value cards used for payment. Then SIM cards in mobile phones. Next one, access control card to enter buildings. And the last one, health insurance card and ATM card. അതായത് സ്മാർട്ട് കാർഡിൻ്റെ വേരിയസ് ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഫോണിലുള്ള സിം കാർഡ് ഒരു തരത്തിലൊരു സ്മാർട്ട് കാർഡാണ്. കോണ്ടാക്ട്സുകളും പല ഇൻഫോർമേഷൻസും നമുക്കതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ബിൽഡിങ്സിലാണെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്മാർട്ട് കാർഡുകൾ കൊടുക്കപ്പെടുന്നു. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒന്നും നമുക്ക് കൊണ്ടു നടക്കാതെ ഈ സ്മാർട്ട് കാർഡ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതെന്തായിരിക്കും, പോർട്ടബിൾ ആയിരിക്കും, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് എല്ലാ ഇൻഫോർമേഷൻസും എന്ത് ചെയ്തു എംബഡ് ചെയ്ത് വെച്ചേക്കുന്നു. അത് കഴിഞ്ഞ ശേഷം എന്താണ്, ATM കാർഡിലും ഇതെന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഒരു എക്സ്ട്രാ ചിപ്പ് എംബഡ് ചെയ്താണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ATM കാർഡൊക്കെ ഇറക്കുന്നത്. നെക്സ്റ്റ് ഗോയിങ് ടു വാട്ട് ആർ ദ പേയ്മെൻറ്റ് പ്രോസസ് ഇൻ e-commerce transactions. Smart cards are issued and replenished by banks on payment of appropriate amount. ഒരു ബാങ്കാണ് നമുക്ക് ഈ സ്മാർട്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ എത്ര രൂപയുടെ സ്മാർട്ട് കാർഡാണോ നമുക്ക് വേണ്ടത് അത്രയും രൂപ അവിടെ പേ ചെയ്ത ശേഷം അത്രയും രൂപയുടെ ഒരു സ്മാർട്ട് കാർഡായിരിക്കും നമുക്ക് ആ ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. After purchasing, a user having a smart card reader attached to a PC can read the contents of the card and enter the amount to be paid. അതായത് ഓൺലൈനായി പർച്ചേസ് നടത്തിയതിന് ശേഷം ഒരു യൂസറിന് സ്മാർട്ട് കാർഡ് റീഡർ ഉപയോഗിച്ച് ഈ കാർഡിലുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത ശേഷം എമൗണ്ട് പേ ചെയ്യാൻ പറ്റും. Then the amount is debited as soon as the amount is entered. പിൻ നമ്പറൊക്കെ അടിച്ചതിന് ശേഷം ഉടൻ തന്നെ ആ എമൗണ്ട് നമ്മുടെ കാർഡിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെടും. The card details and amounts are sent to the merchants in encrypted format. ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസും എമൗണ്ട് ഡീറ്റെയിൽസും മെർച്ചൻറ്റിന് ഫോർവേഡ് ചെയ്യപ്പെടുന്നത് ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും. അതായത് ഒരു കോഡ് ഫോർമാറ്റിലായിരിക്കും ഇത് സെൻഡ് ചെയ്യപ്പെടുന്നത്.
The merchant forwards the data along with the sales statements to the issuing bank in an encrypted format. മർച്ചൻ്റ് അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയും സെയിൽസ് ഡേറ്റയും കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യും. അതും ഒരു എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇതുവരെ പറഞ്ഞ പ്രോസസ്സ് എന്തൊക്കെയായിരുന്നു? സ്മാർട്ട് കാർഡ്സ് ആർ ഇഷ്യൂഡ് ആൻഡ് റീപ്ലനിഷ്ഡ് ബൈ ബാങ്ക്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് എമൗണ്ട്. After purchasing, a user having a smart card reader attached to a PC can read the contents of the card and enter the amount to be paid. The amount is debited as soon as the amount is entered. The card details and amount are sent to the merchant in encrypted format. The merchant forwards the data along with the sales statement to the issuing bank in an encrypted format. The issuing bank checks the validity of the card, amount available in it, and credits the merchant's account with the sales amount. So, ഫസ്റ്റ് കാർഡിൽ നിന്നും എമൗണ്ട് ഡെബിറ്റ് ചെയ്തപ്പെട്ടെങ്കിലും ഇഷ്യൂയിങ് ബാങ്ക് കാർഡിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുകയും ആ എമൗണ്ട് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ മെർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. Then the approval message is sent to the merchant. The merchant ships the goods and forwards shipping details to customer. ഫൈനൽ അപ്രൂവൽ ലഭിച്ചതിന് ശേഷം മെർച്ചൻറ്റ് ഗുഡ്സ് അതുപോലെ തന്നെ റെസിപ്റ്റൊക്കെ കസ്റ്റമർക്ക് ഫോർവേഡ് ചെയ്യും. ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത് വിത്തിൻ മിനിറ്റ്സിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. അപ്പം the issuing bank checks the validity of the card, amount available in it, and credits the merchant's account with the sales amount. Then the approval message is sent to the merchant. The merchant ships the goods and forwards shipping details and receipt to the customer. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. Then going to what are the advantages of smart card based payment. ഫസ്റ്റ് വൺ, ഈസ് ഓഫ് യൂസ് ആൻഡ് പോർട്ടബിലിറ്റി. അതായത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും എവിടെ വേണമെങ്കിലും അത് കൊണ്ടു നടക്കാനും സാധിക്കും. സെക്കൻഡ് വൺ, ദ പ്രോസസ്സിംഗ് കോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് എ ലിറ്റിൽ ലോവർ ദാൻ ദാറ്റ് ഓഫ് എ ക്രെഡിറ്റ് കാർഡ്. സ്മാർട്ട് കാർഡിൻ്റെ പ്രോസസ്സിംഗ് കോസ്റ്റ് ക്രെഡിറ്റ് കാർഡിനെ കാട്ടി കുറവായിരിക്കും. തേർഡ് വൺ, ദ കാർഡ് ഈസ് ഓൺലൈൻ ഓൺലി വെൻ യൂസ്ഡ് ആൻഡ് ദസ് സേവ് ഫ്രം ഹാക്കേഴ്സ്. ഹാക്കേഴ്സിൽ നിന്ന് ഒരു പരിധി വരെ സ്മാർട്ട് കാർഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ദ കാർഡ് ക്യാൻ ബി ലോഗ്ഡ് വിത്ത് എ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ദാറ്റ് ഈസ് പിൻ നമ്പർ, സോ ദാറ്റ് ഈവൻ വെൻ ഇറ്റ് ലോസ്റ്റ് ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ്. പിൻ ഉപയോഗിച്ച് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നു. ലാസ്റ്റ് വൺ ഈസ് ലാർജർ മെമ്മറി ആൻഡ് പ്രൈവസി. ഒരുപാട് ഇൻഫോർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നു. അതുപോലെ തന്നെ ആ സ്റ്റോർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് സെക്യൂർ ആയിരിക്കും. അപ്പം അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഈസ് ഓഫ് യൂസ് ആൻഡ് പോർട്ടബിലിറ്റി. ദ പ്രോസസ്സിംഗ് കോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് എ ലിറ്റിൽ ലോവർ. ദ കാർഡ് ഈസ് ഓൺലൈൻ ഓൺലി വെൻ യൂസ്ഡ് ആൻഡ് ദ സേവ് ഫ്രം ഹാക്കേഴ്സ്. ദ കാർഡ് ക്യാൻ ബി ലോഗ്ഡ് വിത്ത് എ പിൻ നമ്പർ സോ ദാറ്റ് ഈവൻ വെൻ ഇറ്റ് ലോസ്റ്റ് ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ്. ആൻഡ് ദ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് larger memory and privacy. Then what are the disadvantages of smart card based payment? First one, it requires huge initial cost as customers and merchant has to buy and attach a small card reader to his PC, which seems too little expensive. സ്മാർട്ട് കാർഡിൻ്റെ കാര്യത്തിൽ ഒരു ഇനിഷ്യൽ കോസ്റ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മെർച്ചൻസ് വഹിക്കേണ്ടി വരുന്നു. ഒരു സ്മാർട്ട് കാർഡ് റീഡർ പി സിയിൽ അറ്റാച്ച് ചെയ്തെങ്കിൽ മാത്രമേ അതിലെ ഇൻഫോർമേഷൻസ് നമുക്ക് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കൂ. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഈസ് ദ കാർഡ് നീഡ് ടു ബി റീചാർജ് ഫോർ യൂസേജ്. അതായത് ബാലൻസ് തീരുന്നതിനനുസരിച്ച് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നെക്സ്റ്റ് വൺ, there is a problem about who is responsible for the technology security. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലോസ് ആയി കഴിഞ്ഞാൽ ആരാണ് അതിന് റെസ്പോൺസിബിൾ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അതായത് കാർഡ് ഹോൾഡർ ആണോ, ബാങ്ക് ആണോ, അതോ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസി ആണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനായി അവിടെ കിടക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഹൈ പ്രോബബിലിറ്റി ഓഫ് ഡാമേജ് ഓഫ് ചിപ്പ്.
ചിപ്പ് ഡാമേജ് ആകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ഇത് പോർട്ടബിൾ ആണെന്ന് പറഞ്ഞു, നമ്മൾ എപ്പോഴും ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ചിപ്പ് ഡാമേജ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. These are the disadvantages of smart card based payment system. First one, it requires huge initial cost as customers have merchant has to buy and attach a smart card reader to his PC, which seems to be. Second one, the cards need to be recharged for usage. Third one, there is a problem about who is responsible for the technology's security. And the last one is high probability of damage of chip. Today's question is, first one, what do you mean by a smart card? Second one, explain the payment process using a smart card system in e-commerce transaction. Third question, state the benefits and limitations of a smart card.